നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധി വന്നിരിക്കുന്നു. ദിലീപിന് ആശ്വാസം എന്നുള്ളതാണ്. കാരണം ദൃശ്യങ്ങൾ നടിയെ ആക്രമിച്ച് പകർത്തിയ കേസിൽ ജാമ്യം റദ്ദാക്കണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ഹർജി. അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. ദിലീപ് ഇപ്പോൾ ആ കേസിൽ ജാമ്യത്തിലാണ്. ജാമ്യം റദ്ദാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടി വന്നേനെ. ഡാനി പോൾ ചേരുന്നു. ഡാനി, വാദപ്രതിവാദങ്ങൾ ഒരുപാട് നടന്നതാണ്. ന്യായങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയുണ്ടായി. എന്താണ് കോടതി ഈ വിഷയത്തിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? എന്താണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ? ഇതിൽ സർക്കാരാണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. അതായത് ദിലീപ് ചില ഇടപെടലുകൾ നടത്തുന്നു, ഈ കേസിൽ ചില ഇടപെടലുകൾ നടത്തുന്നു, പ്രത്യേകിച്ച് സാക്ഷിയെ സ്വാധീനിക്കാൻ അടക്കമുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം തന്നെ അന്വേഷണത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അത് വിധിയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ്. അതുകൊണ്ട് ദിലീപിന് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ജാമ്യം അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. എന്നാൽ കോടതി അത് അനുവദിച്ചിട്ടില്ല. ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ച് ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. ഇതിപ്പോൾ ആ ഒരു ആവശ്യം തള്ളിയിരിക്കുകയാണ്. നേരത്തെ സമാനമായ രീതിയിൽ വിചാരണ കോടതിയിലും ഇതേ ഒരു അപേക്ഷ നേരത്തെയും വന്നിരുന്നു. ആ ഘട്ടത്തിലും കോടതി ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ പറഞ്ഞിരുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇടപെടാൻ കഴിയില്ല, കാരണം ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു നേരത്തെ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നത്. അന്നും ജാമ്യം റദ്ദ് ചെയ്യണമെന്നൊരു ആവശ്യവുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വരികയായിരുന്നു. ദിലീപിന് ഇത് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നിലവിൽ അന്വേഷണത്തെ ബാധിക്കുന്നു. സാക്ഷികളെ സ്വാധീനിക്കാനുള്ള പല ശ്രമങ്ങളും ദിലീപിൻ്റെയും മറ്റുള്ളവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നതായി തങ്ങൾക്ക് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ജാമ്യം റദ്ദ് ചെയ്യണമെന്നായിരുന്നു ഒരു ആവശ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ആവശ്യം വിചാരണ കോടതി അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് വന്നിരിക്കുന്നത്. ഹൈക്കോടതിയും സമാനമായ രീതിയിൽ ആണ് നിലപാട് എടുത്തിരിക്കുന്നത്. ഇതിൽ വ്യക്തമായും തന്നെയും പറഞ്ഞിരിക്കുന്നു ജാമ്യം റദ്ദ് ചെയ്യണം എന്നൊരു ആവശ്യം പരിഗണിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഹർജി തള്ളിക്കൊണ്ടാണ് അപ്പീൽ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ പ്രത്യേക കോടതിയുടെ ഉത്തരവിലെ പരാമർശങ്ങൾ വിചാരണയെ ബാധിക്കരുതെന്ന് ഹൈക്കോടതി പ്രത്യേകമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് തീരുമാനം എടുത്തിരിക്കുന്നത്. വിചാരണ കോടതി നടത്തിയ ഉത്തരവിലെ കണ്ടെത്തലുകളും പരാമർശങ്ങളും തുടർ വിചാരണയിൽ അത് ബാധിക്കരുത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും തന്നെ ഇത് ദിലീപിന് ആശ്വാസകരം തന്നെയാണ്. കാരണം ജാമ്യം റദ്ദ് ചെയ്യണം എന്നൊരു ആവശ്യവുമായിട്ട് ക്രൈംബ്രാഞ്ച് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വരുന്നത്, അത് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യുന്നത് ഇത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ദിലീപിന് ആശ്വാസകരമാവുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വിധി എന്ന് നമുക്ക് പറയാം. ഒപ്പം തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ കേസ് പരിഗണിക്കുമ്പോഴും കോടതി ചോദിച്ചിരുന്നു വിചാരണ ഏത് ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ വിചാരണ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് പോകുന്നു. വിചാരണ നടപടികൾ വേഗം പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി അടക്കം 2 തവണ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഇടപെട്ടതുമാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരം കാര്യങ്ങളിലുള്ള നടപടികൾ വിചാരണകളെല്ലാം തന്നെ വേഗത്തിലാക്കി നടപടികൾ പോവുകയാണ്. ഇപ്പോൾ ആരുടെ വിചാരണ അടക്കം നടക്കുന്നു എന്ന് കോടതി ചോദിച്ചിരുന്നു. അത് ഏറ്റവും അവസാനം അന്തിമഘട്ടത്തിലാണ് IOAയുടെ വിചാരണ, അതായത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ വിചാരണ നടപടികൾ അടക്കമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അടച്ചിട്ട കോടതി മുറികൾ അത്തരം നടപടികൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. വിചാരണ കോടതി തള്ളിയ ആവശ്യവുമായിട്ടാണ് വീണ്ടും ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ദിലീപിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണം, ഇടപെടലുകൾ ദിലീപ് നടത്തുന്നു എന്ന ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ഈ ഒരു ആവശ്യം തള്ളിയിരിക്കുകയാണ്. രഞ്ജിത്ത്, നിർണായകമാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം പ്രോസിക്യൂഷനും ഈ വിധി നിർണായകമായി മാറുന്നതിന്റെ പശ്ചാത്തലമുണ്ട്. ഇനി ഡാൻ പറഞ്ഞതുപോലെ അന്തിമഘട്ടത്തിലാണ് വിചാരണ. അടച്ചിട്ട കോടതിയിലടക്കം വിചാരണ നടപടികൾ പുരോഗമിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ ഒരു കോടതി വിധി അത് ഏതെങ്കിലും തരത്തിൽ നിയമവൃത്തങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ടോ? ഈ കോടതിയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചുള്ള ഒരു വിധിയാണ്. കാരണം ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാദങ്ങൾ കോടതിക്ക് മുന്നിൽ വെച്ചിരുന്നു. പക്ഷെ ദിലീപിന് ആശ്വാസകരമായി കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യത്തെ ഇനിയുള്ള കേസിന്റെ മുന്നോട്ട് പോക്കിനെ കോടതിയുമായി ബന്ധപ്പെട്ട നടപടികളെ സ്വാധീനിക്കുമെന്ന് കരുതാമോ?
കേസിൻ്റെ വിചാരണ നടപടികളെ യാതൊരു കാരണവശാലും ഈ ഒരു പരാമർശങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള നടപടികളോ ഒന്നും കോടതിയെ ബാധിക്കുന്ന രീതിയിലല്ല. സ്വാഭാവികമായും കോടതി അതിൻ്റെ ആ നടപടികളിലേക്ക് തന്നെ തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ അതേസമയം ഇത് ചർച്ച ചെയ്യപ്പെടുന്ന നിരവധിയായ കാര്യങ്ങളുണ്ട്. അതിൽ ദിലീപിൻ്റെ ജാമ്യം ഇത് റദ്ദ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായും തന്നെയും ഇത് വ്യാപകമായ രീതിയിൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ദിലീപ് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ളൊരു പരാമർശങ്ങളിലേക്ക് അല്ലെങ്കിൽ ദിലീപിനെ പ്രതികൂലമായിട്ട് വരികയാണെങ്കിൽ അത് അത്തരമൊരു സാഹചര്യങ്ങളെല്ലാം തന്നെയും പിന്നീട് വ്യാപകമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ക്രൈംബ്രാഞ്ചിനടക്കം ചില കാര്യങ്ങൾ വിചാരണയുടെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിനടക്കം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്യാം. എന്നെങ്കിലും കോടതി അതിൻ്റേതായ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ നിലവിൽ വന്നിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനങ്ങളിൽ തന്നെയും മുന്നോട്ട് പോകലുകളെ ഉണ്ടാകുള്ളൂ. എങ്കിൽ കൂടിയും വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ദിലീപിന് നേരെ വീണ്ടും തന്നെ ഉയരാവുന്ന വലിയ സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടതി വിധിയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങളും ഒരു തരത്തിൽ പരോക്ഷമായിട്ട് തന്നെയും ഈ കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടാം. കാരണം ദിലീപ് ഇതിൽ അന്വേഷണത്തിൽ ഇടപെടുന്നു, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ പരാമർശങ്ങളെല്ലാം തന്നെയാണ് ഹൈക്കോടതി നിരാകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും താനൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് ദിലീപ് പലപ്പോഴും കോടതിയിൽ പറയുന്ന കാര്യങ്ങളിൽ അത്തരം വാദങ്ങളിൽ ഒന്നുകൂടി ഉറച്ചു നിൽക്കാൻ ദിലീപിന് കഴിയും. രഞ്ജിത്ത, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.